മഴ മാറി ബന്ദി ചിരിച്ചു തുടങ്ങി. ഇതെൻ്റെ ബന്ദിത്തോട്ടമാണ്. ഞാനിവിടെ നട്ടിരിക്കുന്നത് ഒരു 5000 മൂടിൽ മുകളിൽ ബന്ദിയാണ് നട്ടിരിക്കുന്നത്. എല്ലാം പൂത്ത് നാളെ ചിങ്ങമാസം 1 വേണ്ടിയെല്ലാം പിച്ചാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നാളെ അത്ത ഉദിക്കുകയല്ലേ? നാളെ അത്ത ഉദിക്കുകയാണ്. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ ഈ ഒരു കൃഷിയോട് താല്പര്യം എന്നുള്ളത് കാരണം എന്താ? കൃഷി നമ്മുടെ വികാരമല്ലേ. ഏത് സമ്പത്തിൻ്റെയും നട്ടെല്ലാണ് കൃഷി. ഇത് 3000 മൂടിൽ ഞാൻ കൂടുതലായിട്ട് നട്ടിരിക്കുന്നത് പർപ്പിൾ നിറത്തിലുള്ള വാടാമുല്ലയാണ്. വാടാമുല്ല പേരുകൂട്ട് തന്നെയാണ്. പിച്ചി വെച്ചാലും അധിക നാൾ ഇരിക്കുകയും ചെയ്യും. ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള കളർ തന്നെയാണ് ഈ പർപ്പിൾ നിറം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് പർപ്പിൾ നിറത്തിലുള്ള വാടാമുല്ല കൃഷി ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ വെള്ള നിറത്തിലുള്ള വാടാമുല്ലത്തോട്ടം. ഇത് ഞാൻ കൂടുതലായിട്ട് ചെയ്തേക്കുന്ന പർപ്പിൾ നിറമാണ്. പർപ്പിളിനാണ് ആവശ്യക്കാർ കൂടുതലും. അതുകൊണ്ടാണ് പർപ്പിൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. വീണ്ടും ഐശ്വര്യപൂർണമായ ഒരോണം വന്നണഞ്ഞിരിക്കുകയാണ്. ഈ ഓണത്തിന് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ പൂപ്പാടത്തിൽ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടുകാരനായ കായംകുളത്തുള്ള രാജേഷ് വളരെ വലിയൊരു പൂപ്പാടം ഇവിടെ തീർത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അതിനോടൊപ്പം കൃഷിക്കേറെ പ്രാധാന്യവും അദ്ദേഹം നൽകുന്നുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന അതിസമർത്ഥനായ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും അതും നമ്മുടെ സ്വന്തം കായംകുളത്തും വളരെ വലിയൊരു പൂപ്പാടമാണ് രാജേഷ് തീർത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൂക്കൃഷിക്കേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ കൃഷിരീതിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. എൻ്റെ പേര് രാജേഷ്. ഞാനിത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പെരിങ്ങാലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഇപ്പോൾ ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ 7 വർഷം കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നത്. നമ്മൾ കഴിവതും സീസണിൽ നോക്കിയാണ് കൃഷികൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ഞാൻ ഇതുകൊണ്ട് പൂക്കൃഷികൾ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ തന്നെ വരും. ഈ പ്രാവശ്യം ഒരു അല്പം മഴയൊക്കെ നട്ടിച്ചിട്ടുണ്ടെങ്കിലും അവസാനം നമുക്ക് നമ്മൾ നോക്കിയതിനുള്ളൊരു ഗുണം നമുക്ക് അവർ തന്നിട്ടുണ്ട്. രാജേഷ്, ഇത്ര ചെറുപ്പത്തിലെ ഈ ഒരു കൃഷിയോട് താല്പര്യം തോന്നാനുള്ള ഒരു കാരണം എന്താ? കൃഷി നമ്മുടെ വികാരമല്ലേ ഉണ്ട. കൃഷി എനിക്കിപ്പം ഞാൻ ചെയ്യുന്നത് ബന്ദി മാത്രമല്ല, പച്ചക്കറി കൃഷികളും ചീനിയും ചേമ്പും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥലത്താണോ ഇതൊക്കെ? അല്ല, ഇതെല്ലാം ഞാൻ ലീസിന് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ലീസിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഇല്ലാത്തതിനുകൊണ്ട് മറ്റുള്ളവരുടെ സ്ഥലം ലീസിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു കൃഷിക്കും നല്ല ഒരു രഹസ്യം കാണുമല്ലോ. രഹസ്യങ്ങളുണ്ട്. വളങ്ങളൊക്കെ നല്ല പൂത്ത് കുറച്ചിരിക്കുന്നത്. നമ്മൾ കൃഷി പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അത് വേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ചെടിക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ചൂട്ടിൽ വന്ന് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു എന്തോ രസമാണ്. കണ്ണിന് ഭയങ്കര നയനമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാശി, എത്ര മൂടാണ് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത്? ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ഒരു 6000 മൂടിനടുത്ത്. 6000 മൂട്. അപ്പോൾ 6000 മൂടുണ്ട് ഇതില്ലേ? അപ്പോൾ വാടാമുല്ല വേറെ. വാടാമുല്ല 3000 മൂടിനടുത്ത് 2 നിറങ്ങളിലായിട്ട്, അത് വെള്ളയും പർപ്പിളും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണ്. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എന്ത് തെളിവാണ് അല്ലേ? സാധാരണ നമ്മൾ ഓണത്തിന് പൂക്കളെ ആശ്രയിക്കുന്നത് തമിഴ്നാട് പൂക്കളെയാണ് അല്ലേ? അപ്പോൾ ഈ ഉത്തരാടമൊക്കെ ആയിക്കഴിഞ്ഞാലേ ധാരാളമായിട്ട് മേടിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനാണ്ട് നമ്മുടെ കേരളത്തിൽ, അത് നമ്മുടെ സ്വന്തം നാട്ടിൽ വളരെ സന്തോഷമാണ്. അല്ല, ഞാനിത് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. എല്ലാ വർഷവും ചെയ്യാം. ഞാൻ 2 വർഷത്തിന് മുമ്പ് കായംകുളം മുനിസിപ്പാലിറ്റിയിൽ വലിയ രീതിയിൽ ചെയ്ത് എനിക്ക് അവാർഡൊക്കെ കിട്ടിയത്. ഈ വർഷത്തെ അവാർഡും ഒക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പോൾ പൂർണ്ണ ഒരു മുട്ട് വിരിഞ്ഞിട്ടില്ല. എല്ലാ മുട്ടുകളും വിരിയാനുണ്ട് ഇനി അല്ലേ? ഇനിയിപ്പം കുറച്ച് വൈകിയതേ ഉള്ളൂ. ഇനിയിപ്പം വൈകിട്ട് കുറച്ച് പിച്ച് കൊടുക്കണം. അതിനായിട്ടുള്ള കുറെ എല്ലാം വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം നല്ലോണം വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. നല്ല ഇത് ഹൈബ്രിഡ് ആണല്ലേ? ഇത് ഹൈബ്രിഡാണ്. നല്ല വലിയ പൂവാണ്. വലിയ പൂവാണ്. അപ്പോൾ വാങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ട്. ഇത് ഹൈബ്രിഡ് ആഫ്രിക്കൻ ചെണ്ടുമല്ലിയാണിത്. ആഫ്രിക്കൻ ചെണ്ടുമല്ലി. അതെ. രാജേഷ്, ഇത്രയും കടുത്ത മഴ പെയ്തിട്ടും ഇത്രയും നല്ല വിളവ് ലഭിക്കാനുള്ള ഒരു രഹസ്യ വിദ്യ എന്തുവാണത്? രഹസ്യ വിദ്യകളൊന്നുമില്ല. നമ്മൾ ഇത് ചെയ്യുന്നത് ചുവട്ടിൽ കൊടുക്കുന്ന വളവും കൊടുക്കും. ഫോളിയാർ വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ചുവട്ടിൽ കൊടുക്കുന്നതിനേക്കാട്ടിയും 30 ഇരട്ടി എഫിഷ്യൻസി കൂടുതലായിരിക്കും നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ. ഫോളിയാർ രീതിയിലുള്ള വളങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത് കോഴിവളവും ചാണകപ്പൊടി ഇട്ടാണ് നട്ടിരിക്കുന്നത് മൊത്തം. പിന്നെ ഇതിനകത്ത് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മൾച്ചിങ് ഷീറ്റ് ബന്ദിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ മണ്ണ് കൂട്ടി കൊടുക്കണം. മണ്ണ് 2 തവണ നമ്മൾ ബന്ദിക്കെല്ലാം രണ്ടാമത് മണ്ണ് കൂട്ടി കൊടുക്കുക. അന്നേരം ഈ മൾച്ചിങ് ഷീറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മണ്ണ് കൂട്ടി കൊടുത്തില്ലെങ്കിൽ ചെടി പൂത്ത് വലിയ പൂക്കളാകുമ്പോഴത്തേക്ക് ചരിയാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൾച്ചിങ് ഷീറ്റും ട്രിപ്പിൾ ലൈൻ ട്യൂബുകളൊന്നും ഉപയോഗിക്കാതെ ബന്ദിയും വാടാമുല്ലയും നിരത്ത് തന്നെ നട്ടിരിക്കുന്നത്. ബന്ദിയുടെ അത്രയും പരിചരണം വാടാമുല്ലയ്ക്ക് വേണ്ട. ബന്ദി ഓണത്തിന് 50 ദിവസം മുന്നേ നട്ടാൽ മതിയെങ്കിൽ വാടാമുല്ല ഒരു 70 ദിവസമെങ്കിലും മുന്നേ നടുന്നതായിരിക്കും നല്ലത്. ഈ വാടാമുല്ലപ്പൂ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ തന്നെ നിൽക്കും.
ലൈഫ് കൂടുതലുള്ള പൂ. ഇതിന്റെ പേര് കൂട്ട് തന്നെയാണ് വാടാമുല്ല എന്നുള്ളത്. വാടത്തില്ല ഇഷ്ടംപോലെ ഉണ്ടല്ലേ. നിറഞ്ഞു പൂക്കും ഇത്, നിറഞ്ഞ്. എനിക്കും ഇഷ്ടം ഏറ്റവും കൂടുതൽ വെള്ളയക്കാറ്റി. കാണാൻ നല്ല ഭംഗി പർപ്പിളിന് തന്നെയാണ്. പർപ്പിളിനാണ് ആവശ്യക്കാർ വേറെ. അതെ. പിന്നെ വെള്ളയുണ്ട്. നട്ട് 11ാമത്തെ ദിവസം താഴെ ഈ കാണുന്ന 2 ചെറിയ ബീജപത്രി ഇലകൾ കാണും. 11ാം ദിവസം മുകളിൽ 2 ഇലകൾ കാണും. ഇത് നമ്മളാണിങ്ങനെ ചരിച്ചിങ്ങനെ കട്ട് ചെയ്യുക. ഇത് കൊണ്ടുവന്ന് തണലത്ത് നിർത്തണം. തണലത്ത് നിർത്തി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഇത് വേരാകും. ഇതൊരു ചെടിയായി മാറും. തൈയുടെ ആവശ്യമില്ല. അപ്പൊ ഇത് ഇങ്ങനെ ബ്രാഞ്ചസ് എടുത്ത് ഇതിന്റെ ഒരു ഭാഗം കാണുന്ന ഇതിന്റെ പാതി തോട്ടം തന്നെ സൃഷ്ടിച്ചേക്കുന്ന ഇങ്ങനെയുള്ള ചെടികൾ കൊണ്ടാണ്, ബ്രാഞ്ചസ് വെച്ചാണ് ഈ നട്ടിരിക്കുന്നത്. തൈയല്ല. അപ്പൊ അതെനിക്കൊന്ന് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിനെ ഇത് കൂട്ട് തന്നെ വരും. ആ ചെടിയും ബന്ധിക്ക് അങ്ങനെ ഒരു പ്ലസ് പോയിന്റ്. ഈ കട്ട് ചെയ്യുമ്പോൾ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് വേറെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 3, 4, 5 ചെനപ്പുകളാണ്. ഇതെല്ലാം അങ്ങനെ ചെനപ്പ് വന്ന ചെടികളാണ്. ഓറഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സീക്രട്ട്. ഓറഞ്ചാണ് ഏറ്റവും കൂടുതൽ. മഞ്ഞയ്ക്ക് അത്ര ആ ഒരു കൊമ്പും ജില്ലയും വരുന്നില്ലെങ്കിലും ഇതിന്റെ 4 ഇരട്ടിയും മേളിച്ച് കൊമ്പും ജില്ലയാണ് ഓറഞ്ചിന്. ഓറഞ്ച് മഞ്ഞയെക്കാറ്റി അല്പം ഗ്രോത്ത് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ചെനപ്പുകളും മുട്ടുകളും പൂക്കളും എല്ലാം മഞ്ഞയെക്കാറ്റി കൂടുതലായിട്ട് കാണുന്ന ഓറഞ്ചാണ്. ഇത് പക്ഷേ മഞ്ഞയെക്കാറ്റി ഒരു സ്വല്പം സ്ലോ ആയിട്ടാണ്. നമ്മളെല്ലാ പ്രാവശ്യം കൃഷി ചെയ്യുമ്പോഴും ഓറഞ്ച് ഒരു അല്പം സ്ലോ ആയിട്ടാണ് പൂവിടാൻ. ഇഷ്ടംപോലെ മഞ്ഞയെക്കാറ്റി കൂടുതൽ. ഇത് ഓണത്തിനോട് അനുബന്ധിച്ചങ്ങാവും. ഓണത്തിനോട് ഇത് മൊത്തം ഇതെല്ലാം മുട്ടടിച്ച് നിൽക്കുവാണ്. നേരത്തെ റെഡിയാവും അല്ലേ? മഞ്ഞ ഒരല്പം പെട്ടെന്ന് പൂക്കൾ വരും. പക്ഷേ ഓറഞ്ച് ഒരു അല്പം സ്ലോ ആണ്. പക്ഷേ ഓറഞ്ചിനാണ് ഏറ്റവും കൂടുതൽ മുട്ടുകളും പൂക്കളും ഉണ്ടാകുന്നത്. വലിയ പൂക്കൾ, ബ്രാഞ്ചുകൾ എല്ലാം കൂടുതൽ ഉണ്ടാകുന്നത് ഓറഞ്ചിന് തന്നെയാണ്. ഇതൊക്കെ മുട്ട് വീണ് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം മുട്ടടിച്ചെല്ലാം നിൽക്കുവോ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 6-7 ദിവസത്തിനുള്ളിൽ റെഡി. ഇത് ഓണത്തിനൊക്കെ ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 1 ഏക്കറിനടുത്തുള്ള ഒരു പുരയിടമാണ്. എനിക്ക് കിർലോസ്കറിൻ്റെ ട്രില്ലറുണ്ട്. ഞാൻ തന്നെ ട്രില്ലർ വെച്ച് അയ്യം മൊത്തം പൂട്ടി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ചെയ്തേക്കുന്നതെല്ലാം ട്രാക്ടർ ഉപയോഗിച്ച് വാരം എടുത്തേക്കുന്നതാണ്. ഈ 1 ഏക്കറിനടുത്ത് എനിക്ക് ഈ വാരം എടുക്കാൻ വേണ്ടി വെറും 2700 രൂപ മാത്രമായതേ ഉള്ളൂ, ട്രാക്ടർ ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ലേബർ കഴിവതും കുറച്ച് മെഷീനറികൾ ഉപയോഗിക്കുവാണെങ്കിൽ ഇത് സക്സസ് ആയി തന്നെ വരും. ഇപ്പം നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത് ലേബേഴ്സിൻ്റെ കൂലിച്ചെലവ് കൊണ്ടാണ് നമുക്കിത് കറക്റ്റ് രീതിയിലൊന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുക്കാൻ പറ്റാത്തത്. എന്താ കൂലിച്ചെലവ് നമുക്ക് അധികമായി പോകുന്നുണ്ട്. ഈ ട്രാക്ടർ അതുകൂട്ട് ട്രില്ലറൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് വിളിക്കുക തന്നെയും നമ്മുടെ ഈ ജോലിഭാരം എപ്പോഴും കുറവായിരിക്കും. നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയും. ഞാനിവിടെ എൻ്റെ എല്ലാ കൃഷികളും ചെയ്യുന്നത് വാരം എടുക്കുന്നതായാലും ഈ അയ്യം പൂട്ടുന്നതായാലും എല്ലാം ഞാൻ ട്രില്ലർ ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വിപണന സാധ്യതയൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ തമിഴ്നാട് ടൺ കണക്കിന് പൂക്കളാണ് ഓണത്തിനേക്ക് പൂക്കളത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിലെ കർഷകരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു വർക്ക്ഷോപ്പുണ്ട് ഓലവീട്ടിൽ. വർക്ക്ഷോപ്പിനടുത്ത് നമുക്കൊരു ഇതുകൂട്ടുള്ള പച്ചക്കറികൾ, പൂക്കൾ, കാര്യങ്ങളൊക്കെ എനിക്ക് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. ഞാൻ അവിടെ ഇട്ട് കൂടുതലായിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ വിപണനം ചെയ്യുവാണ്. മാർക്കറ്റ് നമ്മൾ കണ്ടെത്തും. സ്വന്തമായിട്ട് വിപണനം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കൃഷിക്കകത്ത് തോറ്റുപോകും. അതാണ് പ്രധാന ഒരു ഘടകമാണ്. നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ആര് കൃഷി ചെയ്താലും ഉണ്ടാവും. പക്ഷേ നമ്മളത് വിപണനം ചെയ്യാനും കൂടെ മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കൃഷി ചെയ്ത് ഒത്തിരി വിളവുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വിപണനം ചെയ്യേണ്ടത്. അതിനുള്ള വഴി ആദ്യം നമ്മൾ കണ്ടെത്തുക, അതാണ് ചെയ്യേണ്ടത്. ഇത് വീട്ടുകാരാണോ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്? ഞാനിപ്പോൾ ഒരു 7 വർഷം കൊണ്ട് ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് അറിയാവുന്ന ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാ പ്രാവശ്യവും തിരുവോണ ദിനത്തിനൊക്കെ ഇത് കാണത്തില്ല കൊടുക്കാൻ. അത്രയ്ക്ക് നമ്മുടെ എല്ലാ പ്രാവശ്യവും ഇത് സംഭവിക്കുന്ന ഒരു കാര്യം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പൂക്കൾ കാണാറില്ല. വിപണനത്തിന് ബുദ്ധിമുട്ടില്ല. വിപണനത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാന സ്രോതസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. നമ്മൾ എല്ലാ കാലവും നമ്മൾ ഈ കാലാവസ്ഥ വലിയൊരു ഘടകമാണ് ഇതിനകത്ത്. മനസ്സിലാവശ്യവും നല്ല മഴയായിരുന്നു. ഈ പ്രാവശ്യവും നല്ല മഴയായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം ഒരു ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായി. മഴയായി വന്ന് മരുന്നടിക്കാൻ പറ്റുന്നില്ല, വളങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ ആ മഴത്തോർച്ചയ്ക്കെല്ലാം ഇതിനകത്ത് നിന്ന് സ്പ്രേ അടിക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് അതിനുള്ളൊരു ഗുണം ഇപ്പം തന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ സമയത്തും വിളിച്ചിട്ട് വന്നാൽ പൂ കിട്ടുമല്ലോ അല്ലേ? എന്നെ എപ്പം വിളിച്ചാലും മതി. എപ്പം വിളിച്ചാലും വന്നാൽ നമ്മൾ പൂ തരാനൊക്കെ തയ്യാറാണ്. എൻ്റെ ഈ കാണുന്ന ചെടികൾ എല്ലാം നമ്മൾ ആ കാണുന്ന പൂന്തോട്ടത്തിലെ
കട്ടിങ്സ് കൊണ്ട് ഞാൻ നട്ട് കിളിപ്പിച്ചെടുത്തതാണ്. ഇതും അതുകൂട്ട് തന്നെ ധാരാളം പൂക്കൾ ആണ് ഈ കാണുന്നത് മൊത്തം. എനിക്ക് തോന്നുന്നു മുട്ടടിച്ച് നിൽക്കുക. ഇതെല്ലാം മുട്ട് വിരിഞ്ഞ് നിൽക്കുവാണ്, എല്ലാം മുട്ടുകൾ വിരിഞ്ഞിരിക്കുക. ഇത് കണ്ട പുതിയ തൈ അല്ല, വെറും ഇത്രയും നീളത്തിലുള്ള അത് നട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതെല്ലാം തൈ വെക്കുന്നതിനെക്കാട്ടി എനിക്കൊന്ന് ഇരട്ടി വിളവ് വെച്ചാൽ കിട്ടും. ഇതാണ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ച് ചെയ്താലുള്ള ഗുണം. നമ്മളിത് കറക്റ്റ് സമയത്ത് നടുക എന്നുള്ളത് തന്നെ വലിയൊരു ഘടകമാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് ഈ ബ്രാഞ്ചസ് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഈ കാണുന്ന ഇത് നമ്മൾ തൈ നട്ടിട്ടില്ല. നല്ല ഗ്രോത്തിലാണ് ഇത്. നല്ല ഗ്രോത്തിലാണ് വന്നേക്കുന്നത് മൊത്തം. ഇതെല്ലാം ഇതിന്റെ ആ കുമ്പും ചില്ലയൊക്കെ കണ്ടോ, ഇതൊരു തൈയാണ്. എന്തുമാത്രം കുമ്പിൻ ചില്ലയാണ് ഈ കാണുന്നത്. ബ്രാഞ്ചസ് ആണല്ലേ, ബ്രാഞ്ചസ് കയറി വന്നേ. അതെല്ലാം കട്ട് ചെയ്ത് നടാനും പറ്റും. കട്ട് ചെയ്ത് നടുന്നതാണ് നമുക്ക് ഏറ്റവും പ്രയോജനം. ഒരു തൈ നമുക്ക് 2 തൈ ആയി മാറും. പിന്നെ അതിനുശേഷം ഈ നമ്മൾ വീണ്ടും ഇതിന്റെ മണ്ട നുള്ളുമ്പോൾ വീണ്ടും ഒത്തിരി ബ്രാഞ്ചുകൾ വരും. ഈ ബ്രാഞ്ചുകൾ വരുന്നതിലെല്ലാം മുട്ടുകളാണ് വീണ്ടും വരുന്നത്. ഈ കാണുന്ന നമ്മുടെ കട്ടിങ്സ് നട്ട ബന്ദിയുടെ തൈകളാണ് ഈ കാണുന്നതെല്ലാം. ഈ മൊത്തം അല്ലേ? ഏകദേശം എത്ര 3000 മൂട് കാണും. ഇത് 3000 മൂടിനടുത്ത് കാണും. ഈ കാണുന്ന ബ്രാഞ്ചസ് വെച്ചത്. ബ്രാഞ്ചസ് ഈ സൈഡിലുള്ളത് മൊത്തം തൈ വെച്ചത്. അതെല്ലാം ഇപ്പം വിളവായി നിൽക്കുക. വലിയൊരു പാടമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ നമ്മുടെ സെന്ററായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നാളത്തേക്ക് ഒരു 20 കിലോ ഓർഡർ ഉണ്ട്. അതിനു വേണ്ടിയുള്ള പറിച്ചു മാറ്റുക ചെയ്യേണ്ടത്. ഇത് വലിയ പൂക്കളാവുന്നത് കഴിവതും പറിച്ചു മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ചെടിക്ക് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുന്നത് മാത്രമല്ല, പിന്നെ ഇതേ നിന്ന് ചെയ്യാതെ പറിച്ചു മാറ്റുവാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഫംഗസ് ബാധ ഉണ്ടാവും. അത് പിന്നെ തൊട്ടടുത്ത ചെടിക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. തൂക്കിയല്ലേ വിൽപ്പനയൊക്കെ നടത്തുന്നത്? നമ്മൾ തൂക്കി തന്നെ വിൽപ്പന നടത്തുന്നു. നല്ല ഫോട്ടോഷോപ്പിനൊക്കെ പറ്റിയ സ്ഥലമല്ലേ? അതെ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ വരില്ലേ? കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഇവിടെ ആളിന്റെ ബഹളമായിരുന്നു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. തിരക്കയുടെ ലോകത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമില്ലേ? ചിത്രശലമൊക്കെ ഇഷ്ടം പോലെ വരും. ചിത്രശലം വരും. ഇന്ന് രാവിലെ വിദ്യാധിരാജ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നായിരുന്നു. വിദ്യാധിരാജ കുട്ടികളാണോ? രാവിലെ വിദ്യാധിരാജ കുട്ടികൾ വരുന്നു. ഈ തൊട്ടടുത്ത ദിവസം ഈ KHSC ഒക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് കുട്ടികൾ.